ചലഞ്ച് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയോ ഇല്ലയോ എന്നറിയില്ല. കംപ്ലീറ്റ് ആക്കിയെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇട്ടു ഇടാണ്ടിരിക്കാൻ പറ്റൂലോ, റെക്കോർഡ് ചെയ്തു പോയില്ലേ. ഓക്കെ, നമുക്കെന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് വൂൾഫും നമ്മുടെ റിംബ്രോവും എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ഡോർഫിൻ്റെ സിറ്റിയിലേക്ക് പോകുന്നതാണ്. ആർട്ടിസ്റ്റിനെയും പിന്നെ കലാകാരന്മാരെയും കണ്ടെത്താൻ വേണ്ടിയിട്ട്. പിന്നീട് റിംബ്രോ പറയുന്നതാണ്, ഞാൻ 4 ഗോബ്ലിൻസും പിന്നെ 5 വൂൾഫും ആയിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ഗോപ്തയാണ് നമ്മളെല്ലാവരും ലീഡ് ചെയ്യുന്നത്. രംഗ, സ്ലൈം, നമ്മുടെ വൂൾഫ് ഇവരെല്ലാവരും ഗോപ്തേൻ്റെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. അവർ വേഗത്തിൽ തന്നെ സിറ്റിൻ്റെ അടുത്ത് എത്തിന്. അവരെല്ലാവരും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് റീബൂട്ടും സ്ലൈമും ഒരു സ്ഥലത്ത് ഇരിക്കുന്നതാണ് കാണിക്കുന്നത്, റിവർ സൈഡിൽ. അപ്പോൾ സ്ലൈം റീബൂട്ടിനോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിൻ്റെ ചേട്ടൻ ആരാ, പേര് തന്നെ. അപ്പോൾ റീബൂട്ട് പറയുന്ന ഒരു ഡീമൺ ലോഡിൻ്റെ ഒരു അനുയായി അങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ സ്ലൈം മനസ്സിലാക്കുന്നുണ്ട്, ശരിയാ വെൻഡോറ എന്നോട് പറഞ്ഞു ഇവിടെ ഹീറോസും പിന്നെ ഡീമൺ ലോഡ്സ് എല്ലാം ഉണ്ടെന്ന്. ഭയങ്കര എക്സൈറ്റ് ആയിപ്പോയി. പിന്നീട് റിംബ്രോവും റംഗിനോട് സ്ലൈം ചോദിക്കുന്നതാണ്, നിനക്ക് എന്നോട് നിൻ്റെ അച്ഛനെ കൊന്നതിൽ പകയോ ദേഷ്യമോ ഒന്നും ഇല്ലേന്ന്. അപ്പം നമ്മുടെ രംഗ പറയുന്നതാണ്, ദേഷ്യവും പകയെല്ലാം അന്നേരം ഉണ്ടേനും, പക്ഷേ പിന്നീട് നിങ്ങൾ നമ്മളെ സ്വീകരിക്കലും ചെയ്തപ്പോൾ മാസ്റ്ററിനോട് ദേഷ്യമൊന്നുമില്ല, മാസ്റ്റർ നമുക്ക് പേര് വരെ ഇട്ടില്ലേ എന്നല്ല പറയുന്നതാണ്. പിന്നീട് ഒരു ക്യാമ്പ് ഫയറിലിട്ടിട്ട് എല്ലാവരും ഇരിക്കുമ്പോൾ നമ്മുടെ സ്ലൈം ചോദിക്കുന്നതാണ്, ആ ഹ്യൂമൻസ് നിൽക്കുന്ന സ്ഥലം എങ്ങനെ, അവിടെ നമ്മൾ ഡീമൺസ് എല്ലാം എൻ്റർ ചെയ്യാൻ വിടുമെന്ന്. അപ്പോൾ നമ്മൾ ഗോപ്ത പറയുന്നതാണ്, അവിടെ എല്ലാതരം ഹ്യൂമൻസും ഡീമൺസും എൽഫ്സും എല്ലാവർക്കും അവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലം, അവിടെ എല്ലാവർക്കും വരാം. അതുകൂടാതെ അവിടുത്തെ രാജാവിനെ ഹീറോ കിങ് എന്ന പേരിലും വിളിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നമ്മുടെ റിംബ്രോ മനസ്സിലായി എൽഫ്സിനെ എല്ലാം കാണാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് റിംബ്രോ. പിന്നീട് റിംബ്രോ ടൗണിൻ്റെ അടുത്ത് എത്താനായതാണ് കാണിക്കുന്നത്. റിംബ്രോ പറയുന്ന സാധാരണ രീതിയിൽ 2 മാസം എടുക്കും, പക്ഷെ നമ്മൾ കാറ്റിനെക്കാട്ടും വേഗത്തിലോടുന്ന വോൾഫിൻ്റെ പുറത്തേരിയിട്ടാണ് വന്നത്, അതുകൊണ്ട് ഇത്രയും വേഗത്തിൽ എത്തിയെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ റിംബ്രോ ഇപ്പോഴും ഭയങ്കര നെർവസ് ആകുന്നുണ്ട് എൽഫിൻ്റെ കാര്യം ഓർത്തിട്ട്. റിംബ്രോ പറയുന്നതാണ്, നിങ്ങളെല്ലാവരും വരണ്ട, ഞാൻ ഗോപ്തേനെയും കൂട്ടി പോയിക്കോളൂ, കാരണം എല്ലാവരും കൂട്ടി ചെന്നാൽ നമ്മളെല്ലാവരുടെയും അറ്റൻഷൻ നമ്മുടെ നേർക്ക് തന്നെ ആവും എന്നിട്ട് അവർ ലൈനിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ലൈൻ എന്ന് വെച്ചാൽ എൻട്രൻസിൻ്റെ ഭയങ്കര നീളമുള്ളിയാണ്. ഗോപ്തേൻ സ്ലൈമും അവിടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ തന്നെ മോൺസ്റ്റേഴ്സും ഹ്യൂമൻസും എല്ലാം ഉണ്ട്. പിന്നീട് 2 ബുള്ളീസിനാണ് കാണിക്കുന്നത്. അവർ വന്നിട്ട് എന്ത് ചെയ്ത് പറയുന്നതാണ്, ഇവിടെ വീക്ക്ലിങ്സ് എത്തി, അഥവാ വീക്കായിട്ടുള്ളവർ. അപ്പോൾ നമ്മൾ ഗോപ്ത പറയുന്നതാണ്, ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഇവർ വന്നിട്ട് എന്നെ ശല്യപ്പെടുത്തും, ഞാൻ വീക്കാന്ന് പറഞ്ഞിട്ട്. നമ്മളെപ്പോലത്തെ വീക്കായിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യും? റിംബ്രോ ഭയങ്കര സാഡായിപ്പോയി ഇതെല്ലാം കേട്ട്. അപ്പോഴാണ് അതിലൊരുത്തൻ പറയുന്നത്, ഇവിടെ ഒരു സംസാരിക്കുന്ന സ്ലൈം, നമുക്ക് ഇവനെ വിറ്റാൽ പൈസ കിട്ടുന്നു പറഞ്ഞ് കുറച്ച് കൂടിപ്പോയി. അപ്പോഴും സ്ലൈം പറയുന്നതാണ്, നീ നിൻ്റെ ചെവിയും കണ്ണുമെല്ലാം അടച്ചു വെച്ചോ, എനിക്കിവിടെ പലതും നടക്കുമെന്ന്. അപ്പോൾ നമ്മുടെ സ്ലൈമർ എന്നാണ്, ഞാനൊരു നല്ല സ്ലൈമാ, ഞാൻ നിങ്ങളെ ഹേർട്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യും മുമ്പേ വേഗം രക്ഷപ്പെട്ടോന്നു. പക്ഷെ അവർ പറയുന്നത്, നീ എന്താടാ, നീ ഒരു വെറും സ്ലൈമായിട്ട് എന്നോട് പറയുന്ന, ഞാൻ പോണമെന്ന് ചോദിച്ചാൽ നിന്നെല്ലാം ചമ്മന്തിയാക്കാം. അപ്പോഴാണ് അവിടെ നമ്മുടെ ഒരു ടെമ്പസ്റ്റ് വൂൾഫിൻ്റെ ഫോമായിട്ട് മാറി. അപ്പോൾ അവർ പറയുന്ന, ഇതുവരെ ഫോമായിട്ട് മാറിയിട്ടേ ഉള്ളൂ, ഇവന് പേടിക്കേണ്ട ആവശ്യമില്ലാന്ന്. എല്ലാവരും അവരെ മാജിക്കും എല്ലാം എടുത്തിട്ട് നമ്മളെ ടെമ്പസ്റ്റായിട്ടുള്ള സ്ലൈമിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സ്ലൈം ആണെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല അവരെ അറ്റാക്ക്. പിന്നെ സ്ലൈം പറഞ്ഞാൽ ഇനി ഞാനാണ് അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ലൈം എന്ത് ചെയ്ത് ഗർജിക്കാണ് ചെയ്യുന്നത്. ആ ഗർജനം കിട്ടിയിട്ട് ഐറ്റിങ്ങളെല്ലാം പറന്നു വന്നു, അവരെ ഷീൽഡും അല്ലോ. ഭയങ്കര ഫണ്ണിയാണ്. റിംബ്രോവിൻ്റെ സ്കില്ലിൽ ആളുകൾ ഹ്യൂമൻസ് എല്ലാം ഭയങ്കരമായിട്ട് പറന്നു പോയത്. പിന്നെ അന്നേരമാണ് നമ്മുടെ ഗ്രേറ്റ് സ്റ്റേജ് പറയുന്നത്, 16 ആൾക്കാർ ഓടി, പിന്നെ 68 ആൾക്കാർ തളർന്നുപോയി, പിന്നെ ഈ 92 ആൾക്കാർ ആകെ പേടിച്ച് വിറച്ചിട്ടുള്ളത്. അപ്പോഴാണ് അവിടെ സോൾജറെല്ലാം വരുന്നത്. നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ സ്ലൈമിനെ കണ്ടപ്പോൾ സ്ലൈമല്ലേ, അപ്പോൾ ഗോപ്ത ഇപ്പോഴും ചെവിയും കണ്ണെല്ലാം പൊത്തിയിട്ടാണ്. അവരെ എല്ലാവരും കൂടിയിട്ട് ജയിലിൽ അടക്കുന്നതാണ്. പിന്നീട് ഒരു സോൾജർ ഇന്ന് നടന്ന ഡീറ്റെയിൽസ് എല്ലാം നോക്കുന്നത്. അപ്പോഴും സ്ലൈം പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നേരം അയാൾ പറയുന്നുണ്ട്, ശരിയാ, നീ പറഞ്ഞ് ഇതുമായിട്ട് മാച്ച് ആകുന്നുണ്ട്, നിങ്ങളെ പെട്ടെന്ന് തന്നെ വിടാൻ നോക്കാമെന്ന്. പിന്നെ ഇയാളെ പേരാണ് കൈതോ. പിന്നെ അവിടത്തേക്ക് ഒരാൾ വരുന്നതാണ് കാണിക്കുന്നത്. ആ സോൾജർ വന്നിട്ട് പറയുന്ന, നമ്മുടെ കുറേയധികം സോൾജേഴ്സിന് ഭയങ്കരമായിട്ട് പരിക്കുപറ്റിയിട്ടുള്ള, അവർക്ക് ഇൻസ്റ്റൻറ്റ് പോഷൻ കൊടുത്തില്ലെങ്കിൽ അവർ ശരിയാവില്ല എന്ന്. അന്നേരമാണ് നമ്മുടെ സ്ലൈം ബാക്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നതാണ്, ഇതാ ഇവിടെ ഉണ്ട് ഇൻസ്റ്റൻറ്റ് പോഷൻ എന്ന്. അപ്പോൾ അയാൾ ഇരുന്ന് നോക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് പോഷൻ അവിടെ ഉണ്ടായിരുന്നു. സ്ലൈം പറയുന്ന, ഇൻസ്റ്റൻറ്റ് പോഷൻ അവരെ കുടിപ്പിക്കുകയല്ല, അവരെ മുറിവുള്ള സ്ഥലത്ത് പരട്ടി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിട്ട് ഹീലായിക്കൊള്ളുന്നു. അപ്പോൾ അയാൾ പറഞ്ഞത്, നമ്മുടെ കൈത പറയുന്നതാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതും എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് ആ സോൾജറിന് കൊടുത്തിട്ട്. പിന്നെ നമ്മുടെ സ്ലൈം
മറ്റേതില്ലേ സ്പൈഡർ വെബ്, അതെടുത്തിട്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. ടൈം പാസ്. നമ്മുടെ ഗോപ്തിയാണ് പാവം, ഒന്നും അറിയാണ്ട് കിടക്കുന്നത്. ഇപ്പോഴും ഭയങ്കര ഉറക്കം. അപ്പോഴാണ് അവിടെ സോൾജറിലെത്തിയിട്ട് കൈത പറയുന്ന നിങ്ങൾ തന്നെ ആ പോഷൻ കാരണം എല്ലാവരും മൊത്തത്തിലുള്ള ഹീലായി. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പോഷനെ കുറിച്ച് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നിങ്ങൾക്ക് എന്ത് സഹായം വേണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് അവനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് പറയുന്ന എന്ത് സഹായം എന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാനത് ചെയ്തു തരാമെന്നോ. കൈതനോട് പറയുന്നതാണ് എനിക്കിപ്പോൾ നല്ല സോർഡ് സ്മിത്തിൻ്റെ ആവശ്യമുണ്ട്, കണ്ടെത്തി തരുമോന്ന്. അപ്പോൾ കൈത സോർഡ് സ്മിത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നാണ് കാണിക്കുന്നത്. ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ സോർഡ് സ്മിത്തിനാണ് കാണുന്നത്. സോർഡ് സ്മിത്ത് അവരോട് പറയുന്നത് എന്താ ഇങ്ങോട്ടേക്ക് വരാനല്ലേ എന്നെല്ലാം ചോദിക്കുന്നതാണ്. അന്നേരം നമ്മുടെ സോർഡ് സ്മിത്തിനോട് പറയുന്നതാണ് നമ്മുടെ കൈതോ ഇത് നമ്മുടെ സ്ലൈം ഹീൽ ചെയ്യേണ്ട പോഷൻ എല്ലാം നമ്മുടെ ഈ സ്ലൈമാണ് കൊടുത്തത് എന്നെല്ലാം പറയുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കുറേ ബ്രദേഴ്സ് എല്ലാം രക്ഷപ്പെട്ടേന്ന്. അപ്പോൾ നമ്മുടെ കൈതോൻ്റെ കൂട്ടുകാരൻ പറയുന്നതാണ്, സോർഡ് സ്മിത്ത് പറയുന്നതാണ് ഞാനിപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ സ്ലൈം കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. അതിൽ അവർ പറഞ്ഞത് സോറി സാർ, എനിക്ക് ഇപ്പം അതൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കിപ്പം ഭയങ്കര വർക്ക് ലോഡാണ്. ഒരു റെയർ സോഡ് ഉണ്ടാക്കണം, അതിനുള്ള മെറ്റീരിയൽ ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല നമ്മുടെ കിങ്ങിൻ്റെ മിനിസ്റ്ററാണ് എനിക്ക് ഓർഡർ തന്നെ, എന്ത് ചെയ്യാനാ അയാൾ പറയുന്നത് ഞാനിപ്പോൾ ഇത്രയും സോഡ്സ് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ നീ എന്ത് സോഡ്സ് മാനാന്നെല്ലാം പറഞ്ഞിട്ട് ഒരു പ്രൊഫഷണൽ സോഡ് സ്മിത്താണ്, നിനക്കിതെല്ലാം ഈസി ആയിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ശല്യപ്പെടുത്തുന്നത്. ഇപ്പോൾ വർക്ക് ലോഡാണ്. അതുമാത്രമല്ല അതിന് വേണ്ട മെറ്റീരിയൽസും ഭയങ്കര റെയറാണ്. നമ്മളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയിന്, പക്ഷേ അവിടെ മോൺസ്റ്റേഴ്സിനു നമ്മളെ ഭയങ്കരമായിട്ട് പരിക്കാക്കിയിട്ട് നിങ്ങളല്ലേ നമ്മളെ രക്ഷപ്പെടുത്തിയ അതെല്ലാം പറയുന്നതാണ്. അന്നേരം ആ സോഡ് സ്മിത്ത് പറയുന്നത് ഇത് ഇങ്ങനെയാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതിന് വേണ്ടി ഇതില്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന്. അപ്പം നമ്മുടെ സ്ലൈം എന്ത് ചെയ്ത് തൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റെയർ ക്രിസ്റ്റൽ എടുത്ത് പുറത്തേക്ക് ഇടുന്നതാണ് കാണിക്കുന്നത്. ആ റെയർ ക്രിസ്റ്റൽ വേണ്ടിയിട്ട് നമ്മുടെ സോഡ് സ്മിത്ത് പറയുന്നതാണ് ഈ റെയർ ക്രിസ്റ്റലോ ഇതെവിടുന്ന, ഇതൊരു മാജിക്കൽ ക്രിസ്റ്റലാണല്ലോ എന്നെല്ലാം പറയുന്ന. അപ്പോൾ സ്ലൈം പറയാൻ ശ്രദ്ധിച്ച് നോക്കുന്നു. അവിടെ കണ്ണട നോക്കിയിട്ട് അയാൾ നോക്കുന്നതാണ്. അന്നേരം പറയുന്ന ഇത് വളരെ പ്യുവറുമാണെന്ന്. ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് സ്മിത്ത് പറയുന്ന നിങ്ങൾ നമ്മളോട് ഭയങ്കര വലിയൊരു സഹായമാണ് ചെയ്തത്, ഞാൻ നിങ്ങളെ സഹായത്തിന് എന്തായാലും പ്രതിഫലമായിട്ട് എന്തെങ്കിലും ചെയ്യൂ. അത് കേട്ട നമ്മുടെ റിമറു പറയുന്ന നീ വലുതായിട്ടൊന്നും ചെയ്യണ്ട, നീ എൻ്റെ അപ്പുറം എൻ്റെ വില്ലേജിലേക്ക് വന്നാൽ മതിയെന്ന്. നമ്മളെ അവിടെയുള്ളവർക്ക് ഷെൽട്ടർ ഉണ്ടാക്കാൻ അറിയില്ല, വീടുണ്ടാക്കാൻ അറിയില്ല, ഡ്രസ്സ് ഉണ്ടാക്കാൻ അറിയില്ല, ഇതെല്ലാം ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന്. എന്നാൽ നമ്മൾ സോഡ് സ്മിത്ത് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഭയങ്കര ഈസി അല്ലേന്ന്. അപ്പോൾ അതിലൊരു സോഡ് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് സ്ലൈം അവരെല്ലാം ഒരാളൊരു സോഡ് എടുത്തിട്ട് വന്നിട്ട് റിമറു അതിങ്ങനെ ഗ്രേഡ് സ്റ്റേജ് വഴി അത് കോപ്പി ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കോപ്പി ചെയ്തിട്ട് അതേപോലത്തെ 20 നിരത്തി വെച്ച് കൊടുത്ത് അവരെ വായി തുറന്നെടുത്ത് തന്നെ ആയിപ്പോയി. റിമറു വളരെയധികം പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം റിമറു വലിയ തന്നെ 20 സോഡ് നിരത്തി വെച്ച് കൊടുത്തില്ലേ. റിമറുവിനോട് അവർ പറയുന്ന നിങ്ങൾ പാർട്ടിക്ക് വരുമോ, അവിടെ എൽഫ്സും എല്ലാം ഉണ്ട് എന്ന്. അത് കേട്ടിട്ട് റിമറു ഒരു നിമിഷത്തേക്ക് വേറെ ലോകത്തെത്തി പോയി. പിന്നെ അവരെല്ലാവരും ആ സ്ഥലത്ത് എത്തിയാണ് കാണിക്കുന്നത്. അവിടെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ക്യൂട്ടായിട്ടുള്ള എൽഫ്സാണ്. അത് കണ്ടിട്ട് റിമറു ഹെവനിലെത്തിയ പോലെയും. എൽഫാന്ന് റിമറുവിനെ കെട്ടിപ്പിടിച്ചപ്പോൾ റിമറു ബ്ലഷ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുന്നതാണ്. പിന്നെ എല്ലാ എൽഫിൻ്റെ ഇടയിൽ അവിടെ നിൽക്കുന്നതാണ്. അന്നേരം നമ്മുടെ റിമറു അവിടെ പെട്ടപ്പോൾ കൈസം കണ്ടിട്ട് പറയുന്നതാണ് നീ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് റിമറുന്ന്. പിന്നെ കൈസിനും അവരുടെ ടീമെല്ലാം ഒരു വല്ലാത്ത ചിരിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് റിമറുവിനും എല്ലാവരും നാണുന്നുണ്ട്. പിന്നെ എല്ലാവരുടെ ഇടയിൽ നിന്നും അവിടെ നിന്നിട്ട് എൻജോയ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് റിമറു. പിന്നെ റിമറു പറയുന്നതാണ് ഒരു ദിവസം സന്തോഷം ഉണ്ടാവും, അഥവാ ഇന്ന് സന്തോഷം ഉണ്ടെങ്കിൽ നാളെ എന്തായാലും സങ്കടമായിരിക്കുന്നു. അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് 50 കമൻറ്റാണ് ചലഞ്ച്. ഓക്കെ, ഇത് പെട്ടെന്നാക്കുമെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.